വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താൽ നിർബന്ധിതമായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറംതള്ളപ്പെടാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും. അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. പ്രിയമുള്ളവരെ, മോശയും അഹ്റോനും കൂടെ ഫറവോയുടെ അടുത്ത് ചെന്ന് ഇസ്രായേൽ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ ശക്തമായി പറഞ്ഞതിൻ്റെ പേരിൽ കൊടിയ പീഡകൾ അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ ജനത്തിനെതിരെ. സഹികെട്ട ജനം അഹ്റോനും മോശയ്ക്കുമെതിരെ തിരിയുന്നു. ആ സങ്കടവുമായിട്ട് അവർ കർത്താവിൻ്റെ അടുത്ത് എന്നവരതെല്ലാം ഉദ്ബോധിപ്പിച്ചപ്പം കർത്താവ് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. ശക്തമായ ഇടപെടലുകളാൽ അവൻ നിങ്ങളെ വിട്ടയക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുന്നത്, കർത്താവ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള വഴിയും സംവിധാനങ്ങളും അവിടുന്ന് ഒരുക്കും. ഇവിടെ ഫറവോ എത്ര കഠിനമായി വന്നാലും അതിനപ്പുറം ഞാൻ ഇടപെടുമെന്ന് മോശയോടും അഹ്റോനോടും കർത്താവ് അരുളി ചെയ്യുകയാണ്. ശക്തമായ കരത്താൽ നിർബന്ധിതമായി അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളപ്പെടാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ ഞാൻ അവനുണ്ടാക്കും. ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തിന്മയുടെ ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അവനെ വർദ്ധിപ്പിച്ചെന്ന് വരാം. അവിടെ പതറാതെ നിന്ന് കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയില്ല. നിന്റെ കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കഷ്ടതകളും വേദനകളും ഏറ്റ് പൊളയുമ്പോഴും ദൈവം നിന്നോട് പരിഗണന കാണിക്കുന്നില്ല എന്ന് നീ തോന്നി സങ്കടപ്പെട്ടാൽ കർത്താവ് വ്യക്തമായിട്ട് പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വിജയകരമായ വലത് കരം പിടിച്ചു ഞാൻ നിന്നെ നടത്തും. പ്രിയമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിലെ ചില വാക്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അത്രയും വിശ്വസ്തയോടുകൂടി നമ്മെ നയിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഈ അഹ്റോനോടും മോശയോടും ദൈവം പറഞ്ഞു കൊടുക്കുന്നതാ, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ. എന്നാൽ കർത്താവ് എന്ന നാമം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ തന്നെ നീ അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ചിന്ത കൊടുക്കുകയാണ്. അതിന് തുടർന്ന് ശക്തമായ ഇടപെടലുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്നുകൂടെ വിലയിരുത്തി കർത്താവിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ, കർത്താവിൻ്റെ വഴിയിൽ തന്നെ പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനായിട്ട് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.